അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സഫ മർവ മൾട്ടി വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കൊടൈക്കനാലാണ്. കണ്ട ഉദയമൊക്കെ കണ്ട് ശരിക്ക് കാണാൻ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ ഉദയം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊന്തി വരണത്. അപ്പോൾ ബൈക്കുമുള്ള യാത്ര ഒരു പ്രത്യേക ഫീലാണ്. ശരിക്കും നമുക്ക് ടൂർ അനുഭവിക്കണമെങ്കിൽ ബൈക്ക് യാത്ര വേണം കേട്ടോ. അതായത് നമ്മൾ മഞ്ഞും ഇതൊക്കെ കാണാനല്ലേ പോണത്, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. മഞ്ഞ് കാണാൻ പുറമെന്ന് കാണില്ല, മഞ്ഞിലൂടെ യാത്ര ചെയ്യുക, അതാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും ഞാൻ യാത്രയിൽ ബൈക്കുമ്മൽ തന്നെയാണ്. ഞങ്ങളുടെ ടീമിനും അത് തന്നെ ഇഷ്ടം. കാരണം കാറിലിങ്ങനെ ഗ്ലാസ്സൊക്കെ കയറ്റി ഇരുന്നിട്ട് മഞ്ഞ് അവിടെ കണ്ട് ഇവിടെ കണ്ട് നല്ല ആ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി പോകണം. പിന്നെ ടൂ വീലറിൽ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഊടുവഴിയിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നടക്കണ്ട വരുമ്പോൾ ചിലവർ അതൊക്കെ വേണ്ടാന്ന് വയ്ക്കും. അതൊക്കെ ടൂ വീലറിനെ കുറേ കണ്ട് എത്തിപ്പെടാൻ പറ്റും. ഈ സമയം നല്ല സമയമാണ്. ഞങ്ങൾ 1 മണിക്കൊക്കെ കണ്ടില്ല, നല്ല ഇതാണ് പറഞ്ഞത്. അതിപ്പോൾ ഈ മഞ്ഞിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെ. ആ വണ്ടികളൊക്കെ കണ്ടില്ലേ, ഒക്കെ അടച്ചിട്ടിട്ടാണ് പോണത്, അതിലൊരു സുഖമല്ല. ഇതേപോലെ പ്രായമൊന്നും അവിടെ ഒരു വിഷയമല്ല. കണ്ടില്ലേ ഓരോരുത്തരിക്കണ ആ തണുത്ത് വിറച്ചാലും ആ ഇരിപ്പവിടെ ഇരിക്കും. പോകുമ്പോൾ ബൈക്കുമ്പോൾ അത് എങ്ങനെ പോകണം, മഞ്ഞ് കാണാനാ പോകണം, മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി പോകണം. ഒരു 1000-1200 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പെട്രോൾ അടിക്കുക, പോയിട്ട് പിന്നെ നമ്മളെ ചിലവ് അത്രേ ഉള്ളൂ. കൂടുതൽ രാത്രി യാത്രയാകുമ്പോൾ നമുക്ക് അധികം ബ്ലോക്കുകളും കാര്യങ്ങളും ഇല്ല. പെട്ടെന്ന് നിങ്ങൾ രാത്രി ഒരു 12 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോവുക. അപ്പോൾ ഒരു മിക്ക സമയം 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മളൊന്ന് ഫ്രഷായിട്ട് നമ്മൾ ഫസ്റ്റ് കിടക്കാൻ പറ്റും. യാത്രകളൊക്കെ ഒരു 1.5 യാത്രയാണ് ഇപ്പോൾ. നല്ല ബൈക്ക് നല്ല കണ്ടീഷനിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്നതിലേക്ക് ഇഷ്ടം ബൈക്ക് യാത്ര തന്നെ. പിന്നെ ചിലവർ പറയും അത്ര ദൂരെ ഇരിക്കണ്ടേ. ഒരു ആകാംക്ഷ മനസ്സിലുണ്ടെങ്കിലുണ്ടല്ല, ആ ദൂരമൊന്നും ഒരു വിഷയമല്ല. കണ്ട ഇതുപോലെ മഞ്ഞ് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ, അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബൈക്കുമ്പോൾ യാത്ര ചെയ്യണം. അത് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് കേട്ടോ അവിടെ. അതൊരു ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെ. കണ്ട ആഹാ എന്താ സംഭവം നോക്കിയേ. നല്ല കുളിരാണ് ഇവിടെ. ഇടയ്ക്ക് മഴയും കിട്ടുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലം വാട്ടർഫോൾസിൻ്റെ കുറേ സ്ഥലമൊക്കെ അവിടെ മുടക്കാണ് കേട്ടോ. അവിടെ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കറങ്ങാനുള്ള അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് അവിടെ. ഗുണക്കേവുണ്ട്, അവിടെയൊക്കെ പോയി നല്ല അടിച്ചു പൊളിച്ച് വരാൻ പറ്റും. പൊള്ളാച്ചി വഴി നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ ഗുരുവായൂർക്ക് വന്നുകൊണ്ടിരിക്കുക. തൃശ്ശൂർ എന്തായാലും നമുക്കൊരു 1000-1500 ഉറുപ്പിക കൊണ്ട് ഞങ്ങളെ യാത്ര അടിപൊളിയായി. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ് ഈ ബൈക്ക് യാത്ര. എല്ലാവരും വിട്ടോളേ.